എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ബാബു ഭരദ്വാജ് അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മീഡിയ വൺ പ്രോഗ്രാം വിഭാഗം മേധാവിയായിരുന്നു. പ്രവാസിയുടെ കുറിപ്പുകൾ, പ്രവാസിയുടെ വഴിയമ്പലം, കലാപങ്ങൾക്കൊരു ഗൃഹപാഠം എന്നിവയാണ് പ്രധാന കൃതികൾ. കലാപങ്ങൾക്കൊരു ഗൃഹപാഠത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം മറ്റന്നാൾ നടക്കും. വിവരങ്ങളുമായി ജയേഷ് രാഘവനുണ്ട് കോഴിക്കോട്ട് നിന്ന്. ജയേഷ്, എപ്പോഴായിരുന്നു അന്ത്യം? ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രസാദ്, അരമണിക്കൂർ മുമ്പാണ് ബാബു ഭരദ്വാജ് അന്തരിച്ചത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. അദ്ദേഹം തുടർച്ചയായി മാസങ്ങളായി ഡയാലിസിസിന് വിധേയനായിരുന്നു. ഇന്ന് അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത്. ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് ഈ സ്വകാര്യ ഇക്ര ആശുപത്രിയിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രി മൃതദേഹം മാറ്റും. അദ്ദേഹത്തിന്റെ ഒരു മകൾ വിദേശത്താണുള്ളത്. അവർ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര നടപടികൾ ഉണ്ടാവുകയുള്ളൂ. മറ്റന്നാൾ സംസ്കാരം നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. നിരവധി പ്രവാസി സംബന്ധമായ നിരവധി കൃതികളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ 2006 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കലാപങ്ങൾക്കൊരു ഗൃഹപാഠം എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതുപോലെ പ്രവാസ സംബന്ധമായ നിരവധി രചനകൾ ബാബു ഭരദ്വാജിൽ നിന്ന് മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സിനിമയുടെ നിർമ്മാതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സഹയാത്രികനായി അറിയപ്പെടുന്ന ബാബു ഭരദ്വാജ് കോഴിക്കോട് മേഖലകളിൽ അദ്ദേഹത്തിന് തുടക്കം, പിന്നീട് അത് കേരളത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പഴയ അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. എഴുത്തിലും വായനയിലും കൂടെ മലയാളി ചോദിപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ബാബു ഭരദ്വാജ്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഇപ്പോൾ കോഴിക്കോട് ഇക്ര ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഇപ്പോൾ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ NP ചന്ദ്രശേഖരൻ, എങ്ങനെ അനുസ്മരിക്കുന്നു പഴയ സഹപ്രവർത്തകൻ കൂടിയായ ബാബു ഭരദ്വാജിനെ? പൊതുവെ കേരളം അറിയപ്പെടുന്ന ഒരു ബാബു ഭരദ്വാജ് ഉണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, ഒരു സാംസ്കാരിക വ്യക്തിത്വം എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട്. പക്ഷെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വളരെ വികാരഭരിതമായ ഒരു സൗഹൃദം എന്നും പങ്കുവച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. തന്നോട് വലിയ തെറ്റ് ചെയ്തവരെ പോലും എപ്പോഴും തുണയ്ക്കാൻ തയ്യാറായി നിന്ന ഒരു സൗഹൃദത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള പ്രായമുള്ള ആളുകൾ എന്നും സാംസ്കാരികമായ പ്രചോദനം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ആൾ കൂടിയായിരുന്നു അദ്ദേഹം. എപ്പോഴും ആധുനികമായ ഒരു മനസ്സുള്ള, ഇപ്പോൾ 68 വയസ്സ് ഉണ്ട്, 70കളിലൊക്കെ യൗവനം പിന്നിട്ട ഒരു മനുഷ്യനാണ്. എന്നിട്ട് പോലും ഏറ്റവും ആധുനികമായ ചിന്തകളോടും സൃഷ്ടികളോടും ഒക്കെ മനസ്സ് പങ്കുവെച്ച് ചിന്ത മുതൽ ഭാഷ വരെ എന്നും പുതിയതായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നിത്യപ്രചോദനമായിരുന്നു കൂട്ടുകാർക്ക്, സഹപ്രവർത്തകർക്ക്, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തന മേഖലയിൽ ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. സംസ്കാര വ്യവസായത്തിന്റെ ഭാഗമായ ടെലിവിഷൻ പോലുള്ള ഒരു സേവനത്തുറയിൽ, ഒരു ജോലിത്തുറയിൽ ജോലി ചെയ്യുമ്പോഴും അവിടെയും പ്രതിബദ്ധതയുള്ള ആളുകൾക്ക് പലതും ചെയ്യാനുണ്ട് എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരുന്ന, അങ്ങനെ മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തകന്റെ വിയോഗമായിട്ടാണ് ഞാനിപ്പോൾ ഇതിന് കാണുന്നത്. പ്രസാദ്, വളരെ നന്ദി NP ചന്ദ്രശേഖരൻ പ്രതികരിച്ചതിന്. PT കുഞ്ഞുമുഹമ്മദ് കൂടിയുണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ PT കുഞ്ഞുമുഹമ്മദ്, NPC അനുസ്മരിച്ചതുപോലെ തന്നെ താങ്കൾക്കും വളരെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു പ്രവാസി എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്, പ്രവാസി അനുഭവങ്ങൾ പങ്കുവച്ച ഒരാളെന്ന നിലയ്ക്കും താങ്കൾ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടാവണം. ഞാൻ 80കൾ മുതലാണ് ബാബു ഭരദ്വാജുമായിട്ടുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് അദ്ദേഹം ഒരു പ്രിന്റിംഗ് പ്രസ് കോഴിക്കോട് തുടങ്ങാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആ സൗഹൃദം വളരെ ആഴത്തിലുള്ള ഒരു സൗഹൃദമായിരുന്നു. ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. കൈരളി ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹവും ഞാനും ചിന്തരവിയും KR മോഹനൊക്കെ ഒരുമിച്ചാണ്. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നിരവധിയാണ്. ഇപ്പോൾ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മാതൃഭൂമിയിലുള്ളുണ്ട്, NPJ അങ്ങനെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും ഒന്നിച്ച ഒരു 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 പ്രസ്ഥാനമായിട്ടാണ് കൈരളി ഉയർന്നു വന്ന കാലത്ത്. അവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനും അതുപോലെ എല്ലാവരുമായിട്ടൊരു ആത്മബന്ധം ബാബു ഭരദ്വാജ് നിലനിർത്തി.
പലപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലും എഴുതി കിട്ടണമെന്നുണ്ടെങ്കിൽ ബാബു ഭരദ്വാജിനെയാണ് എല്ലാവരും സമീപിക്കുക. ഏത് വിഷയത്തെക്കുറിച്ചായാലും ബാബു ഭരദ്വാജിന് 10 വരി എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ന്യൂസിലായാലും പ്രോഗ്രാമിലായാലും ഒക്കെ തന്നെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അശ്വമേധത്തിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച അശ്വമേധം എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൺസീവ് ചെയ്തുണ്ടാക്കിയപ്പോഴൊക്കെ അതിന്റെ ഒരു വലിയ പ്രവർത്തകനായിട്ട് നിന്നു. ക്രിയേറ്റീവ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലായിരുന്നു അദ്ദേഹം കൈകളിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹം SFIയിലൂടെ കടന്നു വന്ന ഒരാളാണ്. ചലച്ചിത്ര നിർമ്മാതാവായിട്ടുണ്ട്. സാഹിത്യ രചനയിൽ പ്രവാസികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രചനയൊക്കെ വളരെ റെസ്പെക്റ്റായിട്ട് എഴുതി പോകുന്ന ഒട്ടേറെ കഥകൾ അദ്ദേഹം ചെറുകഥകൾ പോലെ എഴുതിയിട്ടുണ്ട്. പ്രവാസി കുറിപ്പുകളുണ്ട്. അതുപോലെ ഏത് കാലത്തും വലിയൊരു ഊഷ്മളമായ സൗഹൃദ ബന്ധം എല്ലാവരുമായിട്ട് ഇത് വളരെ ആധുനികനായിരുന്നു. ഏത് കാലത്തും ഒരു പുതിയ രീതിയിലുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് വിയോജിപ്പുള്ള, രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള കാലഘട്ടം എങ്കിൽ പോലും ആ സൗഹൃദത്തിന് യാതൊരു തരത്തിലുള്ള കുറ്റം ഉണ്ടായിരുന്നില്ല. വളരെ നന്ദി ശ്രീ PT കുഞ്ഞുമുഹമ്മദ് ഞങ്ങളോട് പ്രതികരിച്ചതിന്, ശ്രീ ബാബു ഭരദ്വാജിനെ അനുസ്മരിച്ചതിന്.